ഹലോ ഗായ്സ്, നമ്മളിന്ന് റോബ്ലോക്സ് ആണ് കളിക്കാൻ പോണേ. അപ്പോൾ ഇന്ന് നമ്മൾ റോബ്ലോക്സിൽ 99 നൈറ്റ്സ് ഇൻ ദ ഫോറസ്റ്റാണ് കളിക്കാൻ പോണേ. നമ്മളൊന്നും കളിച്ചു നോക്കിയിട്ടില്ല, നമ്മൾ ആദ്യമായിട്ട് കളിക്കുന്നത് നോക്കാം. പിന്നെ ലൈക്ക് ഒരു 20K ഗാനും വേണം ഗായ്സ്. കാരണം നമ്മളൊക്കെ പാവപ്പെട്ടവരാണ്, അതുകൊണ്ട് നമുക്ക് ഇച്ചിരി ലൈക്ക് കൂടുതൽ കിട്ടണം. നമ്മളപ്പോൾ ആരവിനെ വിളിക്കാൻ പോണ്. ആരവേ ഇടുന്നത് എന്താടാ അളിയാ, നമ്മൾ യൂട്യൂബ് ചാനൽ ഇടുമല്ലേ, നമുക്ക് ഈ യൂട്യൂബ് ചാനൽ ദീപനെ പറ. അപ്പോൾ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടാൽ എന്തോന്നു ഫ്രീ ഫയറിനോട് എന്നൊരു കാര്യം പറയും, റോബ്ലോക്സ്. അത് എന്താണ് എനിക്ക് ഈ റോബ്ലോക്സ് താല്പര്യമുണ്ട്. ഞാൻ ഇവൻ്റെ വീട്ടിൽ വെച്ച് അതേപോലെ എൻ്റെ വീട്ടിൽ വെച്ച് അങ്ങനെ ഒരുമിച്ചാണ് കളിക്കുന്നത്. അതേപോലെ ഞാനിത് അന്ന് ഞാൻ യൂട്യൂബിൽ റോബ്ലോക്സിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, പക്ഷേ ഇന്ന് ഇവനാണ് ഇടുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ഗെയിമാണെന്ന് എനിക്ക് പറഞ്ഞത് ഗായ്സ്. ഇത് 99 നൈറ്റ്സ് ഇൻ ദ ഫോറസ്റ്റാണ്. ഇത് മറ്റു ഗെയിം നിങ്ങൾ കുറേ പേര് കളിച്ചിട്ടുണ്ടാവും, പക്ഷേ ഞാനിത് ആദ്യമായിട്ടാണ് ഇപ്പോൾ കളിക്കുന്നത് ഗായ്സ്. അതുകൊണ്ട് എനിക്ക് ഇതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാ. ഇച്ചിരി നിങ്ങൾ ഡിസ്കസ് പറഞ്ഞു തരണേ. അതുപോലെ ഷെയറിൽ പിന്നെ സബ്സ്ക്രൈബ് എന്തായാലും അടിക്കണം ഗായ്സ്. ലൈക്ക് സബ്സ്ക്രൈബ് എന്തായാലും. ആരും അങ്ങനെ വെള്ളം കുടിക്കാൻ പോയിട്ടുണ്ട്. ആരും ഇപ്പോൾ വരും, നിങ്ങളെ വെയിറ്റ് ചെയ്യും ഗായ്സ്. ആരും അങ്ങനെയാണ് ഗായ്സ്. പിന്നെ ഒരു കാര്യം, ആരവിനാണെങ്കിൽ അങ്ങനെ എന്നെ അത്രയും പരിചയമൊന്നുമില്ല. ഞാൻ ആദ്യമായിട്ട് എൻ്റെ വീട്ടിൽ വരുന്നത്, അതുകൊണ്ട് ഞാൻ ആരവിൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷേ ഈ ആരവാണെങ്കിൽ ചില ടൈമൊക്കെ നമ്മുടെ ദേഷ്യപ്പെടും. അതെന്തെന്ന് വെച്ചാൽ ഗൈസ്, എനിക്ക് ചോദിച്ചില്ല ഇവന്മാരാണ് എന്നെ പറയുന്നത്. അപ്പോൾ ഞാൻ ഈ റോബോ സൈസ് ഞാൻ ഒരു 2023 തൊട്ട് കളിച്ചു തുടങ്ങിയാണ്. ഇവനാ നീയോ? ഞാനൊരു നീ 2024 കളിച്ചു തുടങ്ങിയത്. അല്ല 23. ഞാൻ 2019 ഞാൻ ജനിച്ച ആ ദിവസം കൊണ്ട് കളിച്ചു തുടങ്ങിയത്. അതെ ഗായ്സ്, ഞാൻ മരുഭൂമിയിലാണ് ജനിച്ചത്. പക്ഷേ എനിക്കൊരു പ്രത്യേകതയുണ്ട്. ഈ ചൂടെടുക്കൂലേ, ഈ ചൂടെടുക്കുമ്പോൾ എനിക്ക് ചൂടാകും ദേഹത്തേക്ക് പതിക്കത്തില്ല. കാരണം അവിടെ ആയതുകൊണ്ട് കുറേ ചൂട് ഞാൻ സഹിച്ചിട്ടുണ്ട് കുട്ടിക്കാലത്തെ. ഓ ഗായ്സ്, അതാണ് എനിക്ക് മനസ്സിലായി. ഇപ്പം മരുഭൂമി തന്നെ ഉള്ള ഇവനിക്ക് ഓടി വേർക്കുമ്പോൾ ഇപ്പം മാത്രം വേർക്കാൻ കിട്ടും. ഞാൻ ഇങ്ങനെ പേടിക്കുമ്പോൾ മാത്രമാണ് ഗായ്സ് ഞാനിങ്ങനെ വേർക്കുന്നത്. എനിക്കിങ്ങനെ പേടി വരുമ്പോഴാണ് ഇപ്പം ഞാൻ വേർക്കാറുള്ളത്. തലയിൽ കൂടെ ഒക്കെ വെള്ളം വരുന്നത് ഞാൻ പേടിക്കുമ്പോഴാണ് ഗായ്സ്. പിന്നെ ഒരു കാര്യം, എനിക്ക് പേടിയാണ് എൻ്റെ മൈൻഡിൽ ഏറ്റവും കൂടുതൽ ഇത് വരിപ്പിക്കുന്നത്. അത് ഇത് നമ്മുടെ ഈ പേടി വരിപ്പിക്കൂലേ, നമ്മുടെ ഈ പേടി, അതിനെയാണ് എനിക്ക് ചൂട് വരിപ്പിക്കുന്നത്. ഗൈസ്, ഞാൻ ഈസിയല്ലേ ഗൈസ് തുടങ്ങുമ്പോൾ എൻ്റെ ഫ്രീ ഫയർ അക്കൗണ്ട് എടുത്തിട്ട് ഇപ്പം എന്താ പറഞ്ഞാലും വരും. അത് സംഭവം കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് നമ്മൾ ഉറപ്പിച്ചിട്ടുണ്ട്. വെക്കേഷൻ ടൈമിൽ ഗൈസ് നീ എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കുന്നു. അപ്പോൾ അവൻ്റെ അമ്മയെ അച്ഛനോ കഴിഞ്ഞ് എല്ലാവർക്കും അവൻ്റെ അമ്മയെ അച്ഛനൊക്കെ ഇവൻ തന്നെ വീഡിയോസൊക്കെ എടുക്കും. ഞാൻ പക്ഷേ റോബ്ലോക്സിൻ്റെ പ്രോ പ്ലെയറാകാൻ ഞാൻ ഇപ്പം തന്നെ വീഡിയോ ഇട്ട് ഓരോ കണക്കെടുക്കും. അതെല്ലാം നേരെ എൻ്റെ വാട്സപ്പിലേക്ക് ചിലതൊക്കെ അത് നേരെ ഞാൻ യൂട്യൂബിൽ ഇട്ടു. അങ്ങനെ പറഞ്ഞാൽ എനിക്ക് ഈ സ്ഥലത്തിലായിട്ടില്ല. അതേപോലെ ഇവനിങ്ങനെ വെക്കേഷന് മൊത്തം വരാം. അതെ ഗായ്സ്, പിന്നെ ഞാൻ വെക്കേഷന് ഇവിടെ കാണത്തില്ല. കാരണം ഡിസംബറിൽ ഇതല്ലേ, എന്തായിരുന്നു, ക്രിസ്മസ് അല്ലേ. അപ്പോൾ ഞാനിവിടെ കാണത്തില്ല ഗായ്സ്. കാരണം എൻ്റെ
എൻ്റെ അച്ഛൻ എന്നെ വിളിച്ച് നാട്ടിൽ കൊണ്ടുപോകും. പിന്നെ ഞാൻ 2 വർഷം കഴിഞ്ഞിട്ട് എത്തുള്ളൂ. കാരണം ഞാൻ അവിടുത്തെ സ്കൂളിൽ ചേരും. അതുകൊണ്ട് ഞാൻ ഇനി കുറച്ച് ദിവസം ചിലപ്പോൾ കാണത്തില്ല. എൻ്റെ നാട്ടിലായിരിക്കും. അതുകൊണ്ടാണെങ്കിൽ നമ്മൾ അത്രയും ദിവസം ആരുമായിരിക്കും അത്രയും ദിവസം എൻ്റെ ഫ്രണ്ട് സാപ്പിക്കായിരിക്കും വീഴുന്നത്. അന്ന് ഞാൻ എന്നെ പരിചയപ്പെടുത്തില്ലേ മറ്റവരെ, അവനായിരിക്കും ഇനിയോട്ട് വീഡിയോ വരുന്നത്. അപ്പോൾ നമ്മളിന്ന് കളിച്ച് നമ്മൾ അപ്പോൾ എപ്പോഴും നമ്മളാണ് വീഡിയോ, ഞാനും എൻ്റെ അനിയനുമാണ് വീഡിയോ ചാനലിടുന്നത്. അപ്പോൾ നമ്മുടെ അനിയനാണെങ്കിൽ വിഷമം വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് എന്തായിരുന്നു അവനെ നമ്മുടെ എൻ്റെ കാര്യം പറയുക. ഇന്നലെ ഇവനെ എൻ്റെ വീട്ടിൽ നിങ്ങളൊന്ന് വായിച്ചു. ഇങ്ങനെ ഇവൻ്റെ അനിയനെയും പറ്റിച്ച് നേരെ എൻ്റെ വീട്ടിലോട്ട് വന്നു. അവൻ്റെ അമ്മ പറഞ്ഞ് ഡിക്കിയിലുണ്ടെന്ന്. അപ്പോൾ വീട്ടിൽ ചെന്ന് എന്തായുന്നുണ്ട് ഗായ്സ്. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഇന്ന് ഗായ്സ് ഒരു കാര്യം, ഇതിലാണെങ്കിൽ നമ്മളെ കൊല്ലാൻ വേണ്ടി ആൾക്കാരെ വിട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് രക്ഷപ്പെടണം ഇതിൽ. അയ്യോ ഞാൻ കുടിക്കാനാടാ നിൻ്റെ വീട്? അല്ല, നിങ്ങൾ ചെസ് തുറന്ന് മാവട്ടെ, വല്ല നല്ല സാധനമായിരിക്കണം, അല്ലെങ്കിൽ മൂഞ്ചോടാ എന്തോ ഉള്ളത്. അയ്യേ ഇതേപോലൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഇത് തുടങ്ങിയാണ്. അതിൽ ആരെ ബാൻഡ് ആദവെന്നായിരിക്കും. ഇവൻ്റെയും ചില വീഡിയോസൊക്കെ കിട്ടുമായിരിക്കുമല്ലോടാ. ചിലപ്പോൾ അല്ലെങ്കിൽ വരത്തില്ല. കാരണം ഞാനൊരു സാധാരണ. പിന്നെ ഗൈസ് പ്രത്യേകിച്ചൊരു കാര്യം, അമ്മു അത് മറ്റേ അല്ല ഇവിടെ എഴുതി അമ്മൂന്ന്. അമ്മു അല്ലാടാ, അമ്മു ടേക്സ്. അതെന്ന് വെച്ചാൽ അറിഞ്ഞൂടാ. അമ്മു ടേക്സ് എന്താന്ന് അറിഞ്ഞൂടെ? അതെന്തോന്ന്? ഓ മറ്റേ നീ ഏതോ ഫ്രണ്ടിനെയൊക്കെ ആഡ് ചെയ്തിട്ടില്ലേ അവരൊക്കെ. ഇതിൽ നേരത്തെ ഫ്രണ്ടിനെ ആഡ് ചെയ്തിട്ടുണ്ടല്ലേ കള്ളൻ. ഗായ്സ് ഈ ആരോ നമ്മളെ പറ്റിച്ചിട്ടുണ്ട്. ഇവൻ പറയുന്നത് ഇവൻ ഫ്രണ്ടിനെ ആഡ് ചെയ്തിട്ടില്ല. ഞാൻ ഈ സെയിലാക്കപ്പെടാം വേണ്ടടാ. ഇന്ന് ഇങ്ങനെ സെയിലാക്കാതെ ഇങ്ങനെ ചെയ്തോണ്ടിരുന്ന നാളെയും കൂടി രാവിലെ നാളെ ഒരു 6 മണിക്ക് വരും. എന്നിട്ട് ഞാൻ എന്നിട്ട് ഞാൻ പോകും ഗായ്സ്. കാരണം എൻ്റെ നാട്ടിൽ പോകണ്ടേ. 6 മണിക്ക് വിട്ടിട്ട് പിന്നെ ഒരു ഉച്ചയ്ക്ക് വൈകിട്ടും കൂടി പോകുമല്ലേ. അതെ ഗായ്സ്. പിന്നെ ഒരു കാര്യം അത് പ്രത്യേകിച്ച് ഞാൻ പറയണ്ടല്ലോ, നമ്മുടെ ഈ കളിയിലാണെങ്കിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. മറ്റേ ഡിയറില്ലേ, ഇതിലത്തെ ഡിയറിനൊരു പ്രശ്നമുണ്ട്. ഇല്ല, കാരണം ഇതിലത്തെ ഡിയറാണെങ്കിൽ ഒരു വേറെ ടൈപ്പാണ് ഈ ഡിയറിന്. അതുകൊണ്ട് പറക്കാനുള്ള ശക്തിയുണ്ട്. ഈ ഡിയർ നമ്മളെ കടിക്കാൻ വരുമ്പോൾ ഈ ഡിയർ നമ്മളെക്കാളും മുമ്പേ പറന്ന് ആകാശത്തെത്തും. അപ്പോൾ നമ്മളെ നേരത്തെ കൊല്ലും. അതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ രക്ഷപ്പെട്ടില്ലെങ്കിൽ നമ്മളെ അത് കൊല്ലും. അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെടാനുള്ള ടെക്നിക്കൊക്കെ കണ്ടുപിടിച്ചിരിക്കുന്നതാണ് ഇതിലെ പരിപാടി. ഗായ്സ് എനിക്ക് ആരെ വല്ല പറഞ്ഞു ഒരു ഫ്രീ ഫയറിൽ ഒരു അക്കൗണ്ട് എനിക്ക് എടുത്തരാം നല്ലടാ. അതെ ഗായ്സ്, ഫ്രീ ഫയറിൽ ഞാൻ അവനൊരു അക്കൗണ്ട് എടുത്ത് കൊടുക്കാം. എനിക്ക് എന്തായാലും അക്കൗണ്ടിൻ്റെ ആവശ്യമില്ല. എൻ്റെ ഇപ്പൊ ഫോൺ കളിക്കണം. ലാസ്റ്റ് ആണെങ്കിൽ ഇവര് തന്നെ ഈ കണ്ണും പോവില്ല. എപ്പോഴും നോക്കിയാൽ ഫോൺ ഈ 2 ഫോണിൽ പോകണം. അതുകൊണ്ട് ഒരുത്തനാണെങ്കിൽ കടന്നു നോക്കണം. ഈ ഇന്നൊരാണെങ്കിൽ സുഖം എൻ്റെ അടുത്തായിരുന്നു പറഞ്ഞത്. ഞാനാണെങ്കിൽ നല്ല ഉറക്കാണ്. ഞാൻ ഇവനെ പിടിച്ച് തള്ളി പോയി 5 വട്ടം അവൻ തന്നെ വന്ന് കിടന്നു. ഇവൻ്റെ ചുണ്ണക്കിട്ട് 2 ഷൗട്ട് ചെയ്തതായി അറിയാമോ? 2 ഷൗട്ട് ചുണ്ണക്കിട്ട് എൻ്റെ അമ്മച്ചി എന്നെ ചുണ്ണ പോയപ്പോഴത്തേക്കും. അപ്പം ഞാൻ പറയും അവന് ഫോണായി വീട്ടിലിരുന്നു. പക്ഷെ അവന് ചെവിയില്ലല്ലോ, ഒരു ചെവിയെ കേട്ടൂടാ.
അതേപോലെ ഇവൻ അറിഞ്ഞില്ല അവൻ്റെ വീട് നിന്ന് ഇവൻ ഉറങ്ങി പോകുമ്പോൾ അറിയില്ല. അതുകൊണ്ട് ഇന്നലെ ഇവൻ പറഞ്ഞു ഇറങ്ങി പോടാ എൻ്റെ വീട്ടിൽ. ഞാൻ ഇതൊക്കെ കേൾക്കുകയാണ്. എന്നിട്ട് ഉറങ്ങി ഇതിന് കളയണേ ഇന്ന് ഇവൻ ചിലപ്പം ഇന്ന് രാത്രി നമ്മൾ വീഡിയോ സുടുക്കില്ലടാ. അതെ. പിന്നെ എനിക്കൊരു കാര്യം പറയട്ടെ. ഇന്ന് രാത്രി ഞാൻ ഇവൻ്റെ ഷൂണൊക്കെ ഇട്ട് ചവിട്ടുന്നുള്ള കാര്യം ഉറപ്പാക്കാം. ഇന്ന് മറ്റേ ഡിയർ വരാൻ പോകണടാ. അല്ല ഗായ്സ്, ഇത് ഞാൻ ഇവരുടെ ബേസിൽ പോയിരിക്കുകയാണ് ഗായ്സ്. എൻ്റെ അമ്മച്ചി പട്ടീൻ്റെ തലയൊക്കെ വെട്ടിയിരിക്കുന്നത്. എടാ സ്കേറി സ്ഥലമേ. എൻ്റെ അമ്മച്ചി പേടിപ്പെടുത്തുന്നു ഈ സ്ഥലം. എന്നെ പേടിപ്പിക്കുന്നു ഈ സ്ഥലം. എന്തോ അത് ചെസ്റ്റ്, അവിടെ ചെസ്റ്റോ? കുറേ ആൾക്കാരുണ്ട്. അതേപോലെ ഞാൻ ഗൈസ് എൻ്റെ അക്കൗണ്ട് ബാനാക്കില്ല ഇല്ലടാ. അതെ, ഈ ആരോ നിങ്ങളെ പറ്റിച്ചതാണ് ഗായ്സ്. ഇപ്പം ഭയങ്കര പറ്റിപ്പായത്. ഇതാന്ന് പറഞ്ഞു ഞാൻ അക്കൗണ്ട് ഇവനെയും പറ്റിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അക്കൗണ്ട് ബാൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഞാൻ ബാൻ ചെയ്തതെന്ന് വെച്ചാൽ ഇപ്പം അതേപോലെ കാണിച്ചെടുക്കണ്ടേ എന്ന് വെച്ചല്ലേ എനിക്ക് പ്രൂഫ് എൻ്റെ കയ്യിലുണ്ടല്ലടാ. അതെ. പിന്നെ ഗൈസ് രാവിലെ ഇപ്പം സമയം എത്രയാടാ? സമയം 3:12. 3 മണിക്ക് റയാൻ വിളിച്ച് പറഞ്ഞ് റയാൻ്റെ ചോദിച്ചു അക്കൗണ്ട് ബാനായി പറഞ്ഞില്ലല്ലോ എന്ന്. ഇതൊക്കെയാണ് ഗൈസ്. എന്നെ ഒരു കുറുക്ക പഴിക്കും. ഇങ്ങോട്ട് വാടാ. അയ്യാ ഒരു കുറുക്കൻ. എടാ മണ്ട, ആ കുറുക്കൻ്റെ കടിക്കുന്ന ലെവൽ എത്രയാണെന്നറിയോളാ? 110. ഒരു കടിക്ക് നല്ല ലൈഫ് പോടാ. നല്ല ശക്തിയുള്ള അവൻ. 110 കിലോയാ അവൻ്റെ ഭാരമില്ലേ. നമ്മുടെ ഡിയറിൻ്റെ നമ്മുടെ ഡിയറില്ലേ, നമ്മുടെ ഡിയറെ 510 ആണ്. അതുകൊണ്ട് അവരെ അങ്ങനെ ആരും ഉറങ്ങി. ആരുടെ ചുണ്ടക്കിട്ടടിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് അവരുറങ്ങി കേട്ട് ഞാനൊരു ചുണ്ടക്കിട്ടടിക്കും. അതേപോലെ ഒരു കാര്യം പറയുന്നുണ്ട്. അയ്യോ, ഇവരെ ഉറങ്ങിയിട്ടില്ല. അറിയാതെ കേട്ടു. ഇന്നലെ നീ എന്നെ മരവിച്ച് കളയാ. ആരവിന്റെ ഷുള ഇന്ന് ആരവിന്റെ ഷുളക്കിട്ട് കൊടുക്കാനുള്ള ടൈം ആവാറായി. ഗൈസ്, ലൈക്ക് സബ്സ്ക്രൈബ് അടിക്കണേ. ഗൈസ്, ലൈക്ക് സബ്സ്ക്രൈബ് വീണ്ടും അടിക്കണേ. ഗൈസ്, 2K അടിക്കണേ. ഇവൻ നിങ്ങൾക്ക് ബോറടിക്കണ ഒരു പാട്ട് പാടി വീഡിയോസ് ഇടും. പാട്ട് പാടി വീഡിയോസ് ചെയ്യുക. പാട്ട് പാടാൻ ഞാനേ പാട്ട് പാടിയിട്ട് ആർക്ക് ബോറടിക്കണം. അവർക്ക് ബോറടിക്കട്ടെ. ചിലപ്പോൾ നമ്മളിന്ന് ലൈവ് ഇടല്ലേടാ. അതെ എടാ പാവല്ലേടാ. ഓക്കെ ഗൈസ്, ഈ ഒരു പാട്ടാണ്. താരാരോ ആരാരോ പുണ്ടിക്കശേഖരാരോ തള്ളി പാടി എന്നെ കുറിച്ചാണ്. എൻ്റെ ഇരട്ടപ്പേര് വിളിച്ചാണ് ഇഷ്ടം പാടിയത്. അതെ ഗൈസ്, ഇവൻ്റെ ഇരട്ടപ്പേരാണ്. ഇവനറിയാമെന്ന് ഞാനിവന് ചെറിയൊരു വ്യത്യാസം അല്ലടാ. അതെ ഗൈസ്, ഇവൻ ഓണത്തിന് എൻ്റെ വീട്ടിൽ അപ്പോൾ അമ്മയാണ് എന്നെ ഇരട്ടപ്പേര് വിളിക്കുന്നത്. അപ്പം ഇത് അവർക്ക് എടുത്ത് എഴുതി വെച്ചിട്ടാണെങ്കിൽ എൻ്റെ ഒരു ബുക്ക് എടുത്തു. ഞാൻ ആ ബുക്ക് വരാം. അപ്പം എനിക്ക് മനസ്സിലായി പുറത്തോട്ട് എന്നെ ഈ പേര് വിളിക്കാൻ. ആ പാട്ട് പാടിയെടുത്തതാണ്. ഇയാളുടെ പേര് പറഞ്ഞു കൊടുക്കുക. ഗൈസ്, ഇവൻ്റെ ഷുണ്ണക്കിട്ട് കൊടുക്കാനുള്ള ടൈം ആ ഇരട്ട പേരാണ് കിച്ചു. എല്ലാവരും പറഞ്ഞു കിച്ചു പോടാ കിച്ചു.
അമ്മച്ചി ഡിയർ എന്നെ അടിക്കാൻ. എടാ അതിന്റെ കയ്യിലൊന്നും എടാ അതിന്റെ കയ്യിൽ തുപ്പലുണ്ടായിരുന്നടാ. ഒരു കാര്യം പറയട്ടെ, ഇവന്റെ അടിയന്റെ കയ്യിലാണെങ്കിൽ ഈ ചെറിയ തുപ്പലുണ്ടായി. ആ തുപ്പലിലേക്ക് നോക്കി ഇവ കെട്ടിപ്പിടിച്ചു കൊടുത്തു. മണ്ടൻ അല്ലേ ഗായ്സ്? ഇന്നത്തെ പൊട്ടന്മാരെ നിങ്ങൾ കണ്ടിട്ടെങ്കിൽ എൻ്റെ അടുത്ത് പറയാറില്ല. ഇവന്റെ ചുമക്ക് നോക്കി കൊടുക്കാൻ എനിക്ക് നല്ല ഇഷ്ടമാണ്. ഇവന്റെ ചുമക്ക് തോന്നാനാ ഇതിന്റെ ചുമ ഞാൻ അടിച്ചു കൂട്ടിച്ചിട്ടാ അറിയോ? ഞാൻ എന്റെ ചുമച്ചിട്ട് ഒരെണ്ണമെങ്കിലും എപ്പോഴും അടിക്കില്ല. പാതിരാത്രി അത് പാതിരാത്രി ഇവൻ അറിയാണ്ട് ഇവൻ വീഡിയോ എപ്പോൾ കഴിയൂടാ? ഈ വീഡിയോ കഴിയാൻ ഇനിയില്ല, മണിക്കൂറുണ്ട്. അവിടെ നോക്ക് എത്ര ഇപ്പം. ഓ പണം നീ എത്ര അരമണിക്കൂറെന്ന് വെച്ചാൽ അരമണിക്കൂർ എന്നൊക്കെ പറഞ്ഞാൽ 2 മണിക്കൂർ. ഓ അപ്പോൾ ഒരു 30 ടൈം ആവുമല്ലേ? 30 ടൈം ആവും. എടാ പെട്ടെന്ന് ചെയ്യല്ല, നമുക്കൊരു 10 സെക്കൻഡിൽ തന്നെ നിർത്തണം. അപ്പം തന്നെ നമ്മൾ വേറെ ബർത്ത്ഡേ പാർട്ടി ഉണ്ട്. നമ്മളൊരു 27 വീഡിയോസ് നിർത്തല്ലേടാ. പിന്നെ ഇവൻ്റെ ഷുണ്ണക്കെട്ട് അടിക്കാനുള്ള കാര്യം പറയില്ലേ? കുറേ വേണമെന്ന് പറഞ്ഞു. അടിയടാ 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 അടിയടാ. നീ ഉറങ്ങിയിട്ട് ഞാൻ നിന്റെ ഷുണ്ണ എന്നെയും പഠിപ്പിക്കുന്നു. ഞാൻ ടാപ്പിലേക്ക് റിസർ എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഒരു 5 ഏജ് എടുത്തിട്ടുണ്ട്. 5 വയസ്സല്ലേ ഞാൻ 10 വയസ്സ് ഒന്നും എടുക്കും. അതേപോലെ പുതിയതായിട്ട് തുടങ്ങി കളിക്ക് എന്നാ 140 വയസ്സ് കളിക്കുന്നു. അപ്പോഴാണ് ഇവിടെ വേറെ കളിക്കുക. അവരാണെങ്കിൽ ഞാൻ വട്ടേ പഠിച്ചതാണ് ടേസ്റ്റൊക്കെ വെച്ച്. അപ്പോഴാണെങ്കിൽ അവൻ എൻ്റെ ലൈഫ് ഇപ്പം തീരും. UMP വെച്ച് പുറകെ തന്നെ ഒന്ന് അടിച്ച് 1 ടാപ്പ് അടിച്ച് അങ്ങനെ ആ കളി ഞാനും അവർ 1 മാച്ച് ടേസ്റ്റ് വെച്ചിട്ട് 8ഉം 5-ന് നോക്കി. എനിക്ക് 8 ഞാൻ കളി ജയിച്ചേ. ആ 5 കളി എടുക്കും. അത് വീഡിയോ എടുക്കണമെങ്കിൽ അതെനിക്ക് നല്ലൊരു പാടാണ്. ആ കൊണ്ടിയിൽ കയറാനൊക്കെ പാടാണ്. അതിനകത്ത് ഓരോ നിയമം കടിച്ചിരിക്കണം. എൻ്റെ ഞാനത് ചില ദിവസമാണ് കയറാറുള്ളത്. ഗായ്സ് ഇതേ എനിക്ക് ബണ്ണി ഫുഡ് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ മറ്റേ ട്രേഡറിന് കൊടുക്കണ്ടേ? ട്രേഡർ അവിടെ പോയി ഗായ്സ്? നമ്മുടെ ട്രേഡറിന് കൊടുക്കണ്ടേ? ഇവൻ്റെ പെണ്ണ് തേച്ചിട്ട് പോയി. അല്ല പെണ്ണല്ല, ട്രേഡറില്ലെങ്കിൽ ട്രേഡറിന് ഇത് കൊടുത്തു കഴിഞ്ഞാൽ ട്രേഡർ നമുക്കൊരു സാധനം തരും. മണ്ടൻ ഞാൻ സ്വയം സമയമില്ല. ഇതൊന്ന് കഴിച്ചു. അമ്മച്ചിയാടാ എടാ യുദ്ധം വെടിവെക്കുക അവിടെ. ചസ് ഇവിടെ വെച്ച് വീട് തുറത്തിയാണ്. ഗായ്സ് ഓക്കെ നിർത്താൻ പോവാണ് ഗായ്സ്. അപ്പം ഇനി നാളെ ഞാൻ ആർമി റോഡ്സ് എന്ന് പറയുന്ന ഒരു ഗെയിം